ഫോർഗീവ്നെസ്, ക്ഷമ, ക്ഷമിക്കുക. ഫോർഗീവ്നെസ് അല്ലെങ്കിൽ ക്ഷമ എന്ന് പറയുമ്പോൾ ക്ഷമിക്കുന്ന ഒരു സ്വഭാവം മനുഷ്യന് സ്വതവേ ഇല്ല. നമുക്കെല്ലാവർക്കും മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പൊക്കി പറയുന്നത് കേൾക്കാൻ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ആരെങ്കിലും നമ്മുടെ ഈഗോ, നമ്മുടെ സ്വയത്തെ ഒന്ന് ഹനിച്ച് നോക്കിക്കേ, നമുക്കതൊട്ടും പിടിക്കത്തില്ല. എന്നാൽ സത്യവേദപുസ്തക അടിസ്ഥാനത്തിൽ ലൂസിഫറിൻ്റെ സ്വഭാവമാണ് ക്ഷമിക്കാതെ ഞാനെന്നുള്ള സ്വഭാവത്തിൽ കഴിയുന്നത്. അതിന് ഫോർഗീവ്നെസ് അല്ലെങ്കിൽ ക്ഷമിക്കുക എന്ന് പറയുമ്പം ടു എർ ഈസ് ഹ്യൂമൻ ബട്ട് ടു ഫോർഗീവ് ഈസ് ഡിവൈൻ. നമ്മളെല്ലാവർക്കും തെറ്റുപറ്റുന്നത് സാധാരണയാണ്. പക്ഷേ ഒരാളോട് ക്ഷമിക്കുന്നത് സ്വർഗീയമാണ്. ആ ക്ഷമിക്കാനുള്ള മനസ്സ് നമുക്ക് ദൈവം തമ്പുരാൻ തന്നെങ്കിലേ ഉണ്ടാകത്തുള്ളൂ. ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് പ്രായമുള്ളവർ പോലും കുടുംബങ്ങളിൽ വഴക്കുണ്ടാക്കും. അമ്മയപ്പന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ ചെറിയ കാര്യങ്ങളിലാണ് വഴക്കുണ്ടാക്കുന്നത്. പണ്ടൊക്കെ ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും അഡൽട്ടറി, അതായത് വ്യഭിചാരം കൊണ്ടാണ് അഡൽട്ടറിയുടെ ഏറ്റവും മെയിൻ റീസൺ. ബിബ്ലിക്കലി അങ്ങനെയാണ് പറയുന്നത്. എന്നാൽ ഇന്നിപ്പോൾ ഡിവോഴ്സ് കേസുകൾ, ഞാനൊക്കെ ഡിവോഴ്സ് കേസ് പണ്ട് എടുക്കുമായിരുന്നു, വളരെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് പുരുഷനും സ്ത്രീയും കൂടെ വഴക്കുണ്ടാക്കും. ഭാര്യ ഭർത്താക്കന്മാർക്ക് ചേരത്തില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ക്ഷമിക്കാത്തതാണ്. കർത്താവ് വേദപുസ്തകത്തിലുണ്ട്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപേ നമ്മൾ ക്ഷമിക്കണമെന്നാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ എത്രയോ സന്തോഷത്തോടെ സ്നേഹത്തോടെ നമുക്ക് ജീവിക്കാൻ ഒക്കും. പക്ഷെ നമ്മൾ സാധിക്കുന്നില്ല. അപ്പോൾ ഫോർഗീവ്നെസ് എന്ന് പറയുമ്പം നമുക്ക് നമ്മളോട് തന്നെ ചെയ്യാവുന്ന ഒരു വലിയ നന്മയാണ് ഞാൻ മറക്കുന്നു, ഞാൻ ക്ഷമിക്കുന്നു. ക്ഷമിക്കുക തന്നെയല്ല, മറക്കുകയും കൂടെ ചെയ്യണം. നമ്മൾ ഒരാളോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞേച്ച് ഉള്ളിൽ അവൻ പണ്ട് ചെയ്ത് ഓർത്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ക്ഷമിച്ചിട്ടില്ല. സത്യത്തിൽ ഒരു ക്ലീൻ ഷീറ്റ്, അതായത് അവൻ ഒരിക്കലും ആ പാപം ചെയ്യാത്ത പോലെ നമ്മളവനെ മറക്കാൻ ഒക്കുമോ? അത് ദൈവത്തിന് സാധിക്കും, നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് നമ്മൾ ശ്രമിക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ 3 തട്ടുകൾ ഓർക്കേണ്ടത്. ദൈവത്തോട് നമുക്ക് ചിലപ്പോൾ നീരസം വരും, നമുക്ക് നമ്മളോട് തന്നെ നീരസം വരും, മറ്റുള്ളവരോട് നീരസം വരും. ദൈവത്തോടുള്ള നീരസം എന്ന് പറഞ്ഞാൽ, ദൈവത്തോട് നീരസം വരുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ദൈവം എൻ്റെ പ്രാർത്ഥന മാത്രം കേട്ടിട്ടില്ല, എനിക്ക് മാത്രം, എൻ്റെ പരീക്ഷയിൽ മാത്രം ഞാൻ ജയിച്ചില്ല, അല്ലെ എൻ്റെ മക്കൾക്ക് മാത്രം നന്മ വന്നില്ല, എൻ്റെ ഭർത്താവ് മാത്രം രോഗസൗഖ്യം കിട്ടിയില്ല. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പം ഞാൻ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ ദൈവത്തോടൊരു നീരസം വരുന്നുവെങ്കിൽ നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധം മാറിപ്പോവാണ്. അപ്പോൾ ഏതൊരു സാഹചര്യത്തിലും ദൈവസ്നേഹത്തിൽ നിന്ന് മാറ്റാൻ പിശാച് പരിശ്രമിക്കും. നമ്മൾ ദൈവസ്നേഹത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ കർത്താവിന് നമ്മളിൽ കൂടെ വൻകാര്യങ്ങൾ ചെയ്തെടുക്കാൻ സാധിക്കും. നമ്മുടെ മുഖത്ത് തേജസ് പോലും നഷ്ടപ്പെടുത്താൻ സാധിക്കും. 2, ദൈവം നമ്മളോട് തന്നെ നമ്മൾ ക്ഷമിക്കാതിരിക്കുക. അതൊരു കാര്യം സാധിക്കാതെ നമ്മൾ തന്നെ എന്നെക്കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, അല്ലെങ്കിൽ എനിക്കൊരു കഴിവില്ല, ഞാൻ ബലഹീനയാണ്, ഞാൻ അതുകൊണ്ട് ഇനി പരിശ്രമിക്കുന്ന പോലില്ല. അപ്പം നമ്മളോട് തന്നെ നമ്മളെക്കുറിച്ച് എന്തൊക്കെയോ ചിന്തിച്ചിട്ട്, അതായത് ഒത്തിരി ഐഡിയോളജി നമ്മുടെ ഹൃദയത്തിൽ, സാധിക്കാത്ത കാര്യങ്ങളിലുള്ള പെർഫെക്റ്റായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വെക്കുന്ന ഒത്തിരി ചെറുപ്പക്കാരെ എനിക്കറിയാം. ഒത്തിരി പെർഫെക്ഷൻ നമുക്ക് സാധിക്കത്തില്ല. ബിക്കോസ് വി ആർ ലിവിങ് ഇൻ എ ഫോളൻ വേൾഡ്. ടു ബി പെർഫെക്റ്റ്, വേദപുസ്തകത്തിൽ ആരും പെർഫെക്റ്റായിട്ട് ഒരു വിശുദ്ധനെക്കുറിച്ച് എഴുതി ഞാൻ വായിച്ചിട്ടില്ല. എല്ലാവർക്കും ബലഹീനതയുണ്ട്. അപ്പോൾ ഈ പെർഫെക്റ്റ് ആകണം, അല്ലെങ്കിൽ ഞാൻ അങ്ങേയറ്റം പൂർണ്ണതയിൽ നിറഞ്ഞു നിൽക്കണം എന്ന് ചിന്തിക്കുന്നത് പോലും തെറ്റാണ്. അപ്പം നമുക്ക് നമ്മളോട് തന്നെ ഒരു വിദ്വേഷമുണ്ട്. അപ്പം 2ാമത്തെ ഘടകം നമുക്ക് നമ്മളോട് തന്നെ ക്ഷമിക്കാൻ സാധിക്കാത്തത്. പിന്നെ 3ാമത്തേത് എല്ലാവർക്കും ഉള്ളതാണ്, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ സാധിക്കത്തില്ല. മറ്റുള്ളവരോട് നമ്മൾ എന്തേന്ന് ചോദിച്ചു, നീ ആരാണ് ചോദിക്കാൻ എന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. പണ്ട് കാലങ്ങളിൽ മാതാപിതാക്കൾ പ്രായമുള്ളവർ പറഞ്ഞാൽ കൊച്ചുമക്കൾ തൊട്ട് മക്കളും തിരിച്ചൊന്നും പറയില്ല. ഇപ്പം നമ്മൾ പറയുന്നതിന് മുമ്പ്, മാതാപിതാക്കൾ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ അവർ തിരിച്ചിങ്ങോട്ട് പറഞ്ഞു തരും. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അവരനുസരിക്കത്ത് പോലില്ല. അപ്പം മറ്റുള്ളവരോട് ക്ഷമിക്കാൻ വയ്യാത്ത ഒരു സ്വഭാവം വരുന്നതിൻ്റെ കാരണം നമ്മുടെ അതോറിറ്റീസ്, നമ്മളിൽ മുകളിലിരിക്കുന്നവരെ, നമ്മളെക്കാൾ പ്രായം ഉള്ളവരെ നമ്മൾ ആദരിക്കാതെ അവർക്കൊരു അവകാശം നമ്മുടെ മേലുണ്ട് എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നില്ല. ദൈവം പറഞ്ഞാൽ പോലും അനുസരിക്കത്തില്ല എന്ന് പറയുന്ന ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവം പറഞ്ഞു പിന്നെ ഒത്തിരി അടി കൊള്ളുമ്പോൾ അവർ തിരിച്ചു വരുന്നേ കാണാം. അപ്പം ദൈവം നമ്മളോട് തീക്ഷ്ണമായിട്ട് പറയുന്ന ഒരു സത്യമാണ്, ക്ഷമിക്കുവാൻ പഠിക്കുക. സ്നേഹമില്ലാത്തടത്താണ് ക്ഷമിക്കാൻ സാധിക്കാത്തത്. സ്നേഹത്തെക്കുറിച്ച് പറയുമ്പം 1 കൊരിന്ത്യർ 13 പറയുന്നുണ്ട്, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു,
അപ്പോൾ ദീർഘമായി ക്ഷമിക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണം ദൈവസ്നേഹം നമ്മളിലില്ല. അപ്പോൾ ദൈവസ്നേഹം എങ്ങനെ വരും? കർത്താവിൻ്റെ അടുക്കലിരിക്കാതെ എങ്ങനെ ദൈവസ്നേഹം വരും? കർത്താവിൻ്റെ കൂടെ ഇരുന്നിട്ട് ആ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിൽ വരുമ്പോൾ മാത്രമേ നമ്മൾ മറ്റുള്ളവരുടെ ബലഹീനതകളെ മറന്ന് സ്നേഹിക്കാൻ സാധിക്കത്തുള്ളൂ. ഇന്ന് രാവിലെ തന്നെ ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ തന്നെ കുടുംബത്തിൽ ഒരാൾക്ക് ചെറിയ വാശിയാണ്, ചെറിയ വാശി. അപ്പം ഇനി ഞാൻ ഈ കുടുംബത്തിലില്ല, കുടുംബയോഗത്തിലില്ല, എങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ ഹസ്ബൻഡിന് എഴുതിയായി. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ആലോചിച്ച് വെച്ച് നമ്മൾ തിരിച്ചൊരു റിപ്ലൈ എഴുതി, ദ ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ. നമ്മുടെ രക്തം വെള്ളത്തെക്കാട്ടിൽ കട്ടിയുള്ളതാണ്. എന്തായാലും കുടുംബത്തിൽപ്പെട്ട അങ്ങല്ലേ, എന്തുണ്ടെങ്കിലും ക്ഷമിക്കുക എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അത് മാറി. അത്ര പറഞ്ഞാൽ മതി ഒരാളോട്. നമ്മൾ ക്ഷമിക്കാനുള്ള ഒരു മനസ്സാക്ഷി നമുക്കുണ്ടാണെങ്കിൽ വേറൊരാൾ പറഞ്ഞു കൊടുക്കണം. അതിന് പകരം നമ്മൾ അവരുടെ കൂടെ നിന്നിട്ട് ഒട്ടും ക്ഷമിക്കരുത്, നമ്മൾ അവർക്ക് കൂട്ടുവരുന്ന തെറ്റ് പറഞ്ഞു കൊടുത്താലോ കുടുംബങ്ങളിൽ ഒരിക്കലും സമാധാനം വരത്തില്ല. നമുക്ക് ആത്മാവിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയുന്നത് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4:31 തൊട്ട് 32 വരെയുള്ളൊരു വാക്യം നമുക്കൊന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4:31 തൊട്ട് 32 വരെ. അതിങ്ങനെയാണ് വായിക്കുന്നത്. 4:31. എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. എന്താണ്? ദേഷ്യത്തിന് വരുന്ന കയ്പാണ്. എവിടെ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നില്ലോ അവിടെ കയ്പ് വരും. കയ്പ് വരുന്നത് എന്താണ്? എന്നെ തന്നെയാണ് കയ്പ് വരുന്നത്. മറ്റുള്ളവർക്ക് വരുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മളിലാണ് ഇത് ദൂഷ്യം കൂടുതൽ. ക്ഷമിക്കാതിരിക്കുന്ന ഒരു വ്യക്തിയിലാണ് ഏറ്റവും കൂടുതൽ ഒരു പ്രയാസം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ക്ഷമിക്കുന്നത് ഒരു സ്വഭാവമാക്കി മാറ്റണം. അല്പസമയം എടുക്കാം. ആരോടെങ്കിലും വിദ്വേഷം നമ്മുടെ ഹൃദയത്തിലുണ്ടോ? അവർ ചിലപ്പം തെറ്റ് ചെയ്ത് കാണും. ക്ഷമിക്കുക. കർത്താവിൻ്റെ അടുക്കൽ ഒരു ദിവസം ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ കുഞ്ഞുങ്ങൾ അല്ലേ മറ്റുള്ളവരത് കർത്താവ് പറഞ്ഞു, നിരുപാധികം ക്ഷമിക്കുക. അങ്ങനെ ഒരു കാര്യം നടന്നിട്ടേ ഇല്ലെന്ന് നീ അങ്ങ് വിചാരിക്കുക. ഒക്കുമോ? കർത്താവ് പറയുന്നത് ഞാൻ ക്ഷമിച്ചില്ലേ. എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്ന് കർത്താവിൻ്റെ അടുക്കൽ ശിഷ്യൻ 7 വട്ടം ക്ഷമിക്കണം. 70 വട്ടം. ദാറ്റ് മീൻസ് ഇൻഫിനിറ്റി. അതായത് നമുക്ക് കഴിവിൻ്റെ പരമാവധി നമ്മൾ ക്ഷമിച്ചുകൊണ്ടേ ഇരിക്കണം എന്നാണ് യേശു ക്രിസ്തു പറയുന്നത്. അപ്പോൾ ക്ഷമയില്ലെങ്കിൽ കർത്താവ് പറയുന്നത് തന്നെ എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു മാറണം. നിങ്ങൾ തമ്മിൽ മനസ്സലിവുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുവിൻ. നമ്മളെ എത്ര പ്രാവശ്യം ക്ഷമിച്ചിട്ടുണ്ട്? ഞാൻ പലപ്പോഴും കർത്താവിൻ്റെ സന്നിധിക്കുമ്പം ഓരോരുത്തരുടെ കാര്യം പറയുമ്പോൾ കർത്താവിനോട് പറയും, ഞാൻ നിന്നെ പോറ്റുന്നില്ലേ, നിന്നെ ഞാൻ ഉൾക്കൊള്ളുന്നില്ലേ, ഇതിന് മറ്റുള്ളവരോട് എന്തുകൊണ്ട് ക്ഷമിച്ചുകൂടാ? ദാറ്റ് ഈസ് വൺ തിങ്. വെൻ വി ആർ സിറ്റിംഗ് വിത്ത് ദ ലോർഡ് വി റിയലൈസ് വി ആർ ഇംപെർഫെക്റ്റ്. അതായത് ഞാൻ പൂർണ്ണത നിറഞ്ഞ വ്യക്തിയല്ല. ഈ ലോകത്തിൽ ഒരു വ്യക്തി പോലും പൂർണ്ണത നിറഞ്ഞവരില്ല. എഴുതിത്തരാം. ക്രിസ്തു മാത്രം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതുകൊണ്ട് ദൈവപുത്രനായിട്ട് പാപമില്ലാതെ ജീവിച്ചു. അല്ലാതെ മനുഷ്യരാരും പാപമില്ലാത്തവരെല്ലാവരിലും ടൈൻഡ് പാപത്തിൻ്റെ കറകളുണ്ട്. ജന്മനാഥൻ ജനിക്കുന്നതിന് മുൻപേ ഉണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം നമ്മളോട് പറയുന്നത് ഞാൻ ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കുക. അതൊക്കെ അനുഭവങ്ങൾ വരുമ്പോഴാണ് ഈ ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ പാർഷ്യൽ ക്ഷമയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പൂർണ്ണമായിട്ടും ക്ഷമിക്കുക. അങ്ങനെ ഈ മീഖായിൽ 7:18-19 വാക്യമുണ്ട്. മീഖായിൽ 7:18-19 അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവമാണ്. അകൃത്യം ക്ഷമിക്കുന്നു ദൈവം നമ്മളോട്. അവൻ നമ്മുടെ അകൃത്യം ക്ഷമിക്കുന്നു, നമ്മുടെ അതിക്രമങ്ങൾ മോചിച്ചു തരുന്നൊരു ദൈവം, നമ്മുടെ കടബാധ്യതകൾ അവൻ ഏറ്റെടുത്ത ദൈവം, നമ്മുടെ പാപങ്ങൾ അവൻ ക്രൂശിൽ ചുമന്ന ദൈവം. അവൻ നമ്മളോട് ക്ഷമിക്കുന്നു ദിനം പ്രതി മോമെൻറ്റ് ബൈ മോമെൻറ്റ് ക്ഷമിക്കുകയാണ്. ആ ക്ഷമ നമുക്കുണ്ടോ? ഇല്ലെങ്കിൽ വേണം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്. അടുത്ത വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, കർത്താവ് പറയുന്നു, അവൻ എന്നേക്കും കോപം വെച്ചു കൊള്ളുകയില്ല, ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും, നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും, അവരുടെ പാപങ്ങളെയൊക്കെ നീ സമുദ്രത്തിൻ്റെ ആഴത്തിൽ ഇട്ടുകളയും. സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് എറിഞ്ഞു കളയുകയാണ്. ഫിഷ് നോ മോർ. അതായത് അഗാധമായ സമുദ്രത്തിലേക്ക് നമ്മുടെ പാപങ്ങളെ എറിഞ്ഞു കളഞ്ഞിട്ട് നമ്മളത് പോയി വീണ്ടും ചൂണ്ടയിട്ട് എടുത്തുകൊണ്ട് വരേണ്ട ആവശ്യമില്ല. എത്ര കഠിന പാപങ്ങളാണ് നമ്മളിലോ കുഞ്ഞുങ്ങളിലോ ഭർത്താവിലോ ഉള്ളതെന്ന് വിചാരിച്ചിട്ട് നമ്മളതിനെ കർത്താവിൻ്റെ കണ്ണിൽ കണ്ടുകൊണ്ട് അത്
വലിച്ചെറിയണം അഗാധ സമുദ്രത്തിലേക്ക്. ഞാൻ ഓർക്കുന്നുണ്ട് 2018 എനിക്ക് വല്ലാതെ പ്രയാസം വന്ന ഒരു മാസം. അതേപോലെ അമേരിക്കയ്ക്ക് പോയി തിരിച്ചു വന്ന് ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് എനിക്ക് സുഖമില്ലാതായിപ്പോയി. അപ്പോൾ ഞാൻ ഓർക്കുന്നു, എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ കോഴിക്കോട് ബീച്ച്, അന്ന് നമ്മൾ കോഴിക്കോടാണ് താമസിക്കുന്നത്, ബിക്കോസ് ഡോക്ടർ അന്നേരം അവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, കടലിലേക്ക് എല്ലാ ഭാരവും വലിച്ചെറിയാം. അപ്പോൾ നമ്മുടെ തൊട്ടടുത്താണ് കടൽ, ബീച്ച്, കോഴിക്കോട് ബീച്ച് വളരെ അടുത്താണ് ഞങ്ങൾ താമസിക്കുന്നതിന്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടോട്, നമുക്ക് ഈ ബീച്ചിലോട്ട് ചെന്നിട്ട് കർത്താവ് പറയുന്നത് ഇതെല്ലാം അങ്ങ് വലിച്ചെറിയാം, എന്തൊക്കെ ആകുല ചിന്തയുണ്ട് എല്ലാം അങ്ങോട്ടേക്ക്, അതിനി ഒരിക്കലും തിരിച്ചു വരുന്നത്. ഇതൊക്കെ നമ്മൾ വിശ്വാസത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഇവിടുന്ന് ഒരു 5 മിനിറ്റ് പോലും ഇല്ല ബീച്ചിൻ്റെ അടുക്കം വരെ നടക്കാൻ. ഞങ്ങൾ നടക്കാൻ ഒരേ മഴ അന്നേരം അങ്ങോട്ട് പെയ്യാൻ തുടങ്ങി. സാധാരണഗതിയിൽ ഞാൻ തിരിച്ചു പോകും, പക്ഷേ ഞാനൊരു ഡിറ്റർമിനേഷൻ എടുത്തോടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഞാൻ ഈ കടലിൻ്റെ അവിടെ ചെന്നിട്ട് എൻ്റെ ഉള്ളിലുള്ള ഭാരം മുഴുവൻ വലിച്ചെറിയും എന്ന് പറഞ്ഞ് ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കടലിൻ്റെ തരയിൽ നിന്ന് നിൽക്കുന്ന ആളുകളെല്ലാം തിരിച്ചു പോകുമ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രം കടലിൻ്റെ സൈഡിലോട്ട് തിരിച്ച് നടക്കുകയാണ്. അവിടെ ചെന്ന് ആ മഴയത്ത് തന്നെ നിന്നിട്ട് ഉള്ള എല്ലാ ഭാരവും, ഏതെല്ലാം ആരൊക്കെ നമുക്കെതിരായിട്ട് ചിന്തിക്കുന്നോ, നമ്മളിൽ ആരോടെങ്കിലും വിദ്വേഷമുണ്ടോ, നമ്മളെ എന്താണ് ബാധപ്പെട്ട് നമ്മളെ ഉപദ്രവിക്കുക, എല്ലാം ഈ കടലിനകത്തോട്ട് അഗാധ സമുദ്രത്തിലേക്ക് വലിച്ചെറിയുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ നനഞ്ഞു കുളിച്ച് തിരിച്ചിറങ്ങി വന്നു. എന്താണ് അതുപോലെ തന്നെ സംഭവിച്ചു. അധികം താമസിയാതെ എനിക്ക് പൂർണ്ണ സൗഖ്യം ദൈവം തരികയും ചെയ്തു. ആത്മീയ ഗോളത്തിൽ അതിൻ്റെ 10 ഇരട്ടിയായിട്ട് ശക്തിയായിട്ട് ദൈവം തമ്പുരാൻ എന്നെ ബലപ്പെടുത്തുകയും ചെയ്തു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം ചില നിർദ്ദേശങ്ങൾ പറയുന്നെങ്കിൽ അവൻ അഗാധ സമുദ്രത്തിലേക്ക് നമ്മുടെയും നിങ്ങളുടെയും കുഞ്ഞുങ്ങളുടെയും കുടുംബത്തിൻ്റെയും ഭാരങ്ങളും ശാപങ്ങളും വേദനകളും എറിഞ്ഞു കളഞ്ഞു എങ്കിൽ അത് എറിഞ്ഞ് കളഞ്ഞത് തന്നെ. ഡോ നോട്ട് ടേക്ക് ഇറ്റ് ബാക്ക്, എടുത്തുകൊണ്ട് വരരുത്. അതാണ് ക്രൂശിൻ്റെ പ്രയോജനം. കാൽവറി ക്രൂശിൽ നമ്മുടെ ഭാരങ്ങൾ അപ്പച്ചൻ ഏറ്റെടുത്തു കഴിഞ്ഞു. പിന്നെയും ഇവരുടെ കുറ്റം പറയേണ്ട ആവശ്യമുണ്ട്. അതൊക്കെ തീർന്നേ, കഴുകിക്കള. അവൻ്റെ രക്തത്താൽ കഴുകാൻ വയ്യാത്ത ഒരു പാപവും ഒരു ശാപവും ഒരു ദോഷവും ഇല്ല. അപ്പം നമ്മളോട് ദൈവം പറയുന്നു, നമ്മൾ അന്യോന്യം ക്ഷമിക്കുന്നത് തന്നെയല്ല, ശത്രുക്കളെ പോലും നമ്മൾ സ്നേഹിക്കണം. അപ്പോൾ ശത്രുക്കളെ ക്ഷമിക്കുക തന്നെയല്ല, ശത്രുക്കളെ സ്നേഹിക്കാൻ കൂടെ പറയുമ്പോൾ ദൈവത്തിൻ്റെ ആഴമേറിയ സ്നേഹം എത്ര വലിയതാണ്. നമ്മൾ ക്ഷമിക്കാനുള്ളൊരു ഹൃദയം ചോദിച്ച് വാങ്ങിക്കാൻ പോവാണ്. കർത്താവേ, നീ ഞങ്ങൾക്ക് ക്ഷമിക്കുന്ന ഒരു ഹൃദയം ഇട്ട് തരണം. അത് ദൈവിക സ്വഭാവം, നമുക്ക് തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ ദൈവം തരും. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘമായ ക്ഷമ ഒരു ഫലമാണത്. ആ ഫലം ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. പരിശുദ്ധാത്മാവില്ലാത്ത ഒരു വ്യക്തിയോട് ക്ഷമിക്കാൻ പറഞ്ഞു നോക്കി. പള്ളിയിലൊക്കെ പോകുന്നവരായിരിക്കും, സഭയിലെ വലിയ ആളുകളായിരിക്കും, പക്ഷെ ക്ഷമിക്കാൻ പറഞ്ഞവരാരും ചെയ്യൂല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവസന്നിധിയിൽ മറ്റുള്ളവരുടെ ബലഹീനതയെ കണ്ടിട്ട് അവർ നമ്മളെ ഉപദ്രവിച്ചുവെങ്കിലും ഒരു കണ്ടീഷനും കൂടെ അത് ക്ഷമിക്കുക, മറക്കുക, തുടച്ചു മാറ്റുക. അതാണ് നമ്മൾ ബുദ്ധിയായിട്ട് ചെയ്യുന്നത്. അവർ പാപം നമുക്ക് വേണ്ടി ചെയ്ത് അവരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ പറയുകയാണ് അത് തുടച്ചു മാറ്റി എന്ന് പറയാനുള്ള ധൈര്യം നമുക്കുണ്ടാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 6:36 നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 6:36 കർത്താവ് എന്താണെന്ന് പറയുന്നത് നോക്കാം. ദൈവം നമ്മളോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് സീരിയസ് ആയിട്ട് എടുക്കണം. കർത്താവ് എന്തെങ്കിലും എന്നോട് പറയുന്നുവെങ്കിൽ ഞാനത് ഏറ്റെടുക്കുകയാണ്. 6:36 ഇങ്ങനെയാണ് വായിക്കുന്നത്: അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവർ ആകുന്നതുകൊണ്ട് നിങ്ങളും മനസ്സുള്ളവർ ആകുവീൻ. വിധിക്കരുത്, എന്നാൽ നിങ്ങളെയും വിധിക്കുകയില്ല. ശിക്ഷയ്ക്ക് വിധിക്കരുത്, എന്നാൽ നിങ്ങൾക്കും ശിക്ഷാവിധി ഉണ്ടാകില്ല. അതിന് വിട്ടുകൊടുക്കാനുള്ള ഹൃദയം. ആരെന്തൊക്കെ ബലഹീനത കാണിച്ചുകൊണ്ടിരിക്കുന്നോ, മക്കളായിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവായിരിക്കാം, ഭാര്യയായിരിക്കാം, കുടുംബത്തിൽ ആരെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ കൂട്ടുകാരായിരിക്കും. പലരും പറയും, അയ്യോ ഒത്തിരി സ്നേഹിച്ച കൂട്ടുകാരൻ എന്നെ ചതിച്ചു എന്ന്. വിട്ടുകൊടുക്കുക ദൈവത്തിന്. ലെറ്റ് ഇറ്റ് ഗോ. അനേകം മക്കളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഇപ്പോൾ ഇടപെടുകയാണ്. വിട്ടുകൊടുക്കുക, ദൈവം ഇടപെടട്ടെ. പ്രതികാരം യഹോവയ്ക്കുള്ളത്, നമുക്കുള്ളതല്ല. അതുകൂടാതെ വിട്ടുകൊടുക്കുക തന്നെയല്ല, ശത്രുവിനെ സ്നേഹിക്കുകയും ശത്രുവിനെ അനുഗ്രഹിക്കുകയും ചെയ്യാൻ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. അപ്പോൾ ക്ഷമയുടെ ഒരു ഹൃദയം നമുക്കുണ്ടാകാനായിട്ട് ദൈവം നമ്മൾ ആഹ്വാനം ചെയ്യണം. വീണ്ടും ക്ഷമിക്കുന്ന ഒരു നല്ല സ്വഭാവം, ദൈവിക സ്വഭാവമുള്ള ഒരു വ്യക്തി. അത് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട്, ഈ ചിലർക്കൊക്കെ ഓരോ വരങ്ങളുണ്ട്. എൻ്റെ ചില ഫ്രണ്ട്സിനൊക്കെ സ്വർണ്ണ നാവുള്ളവരുണ്ട്. അതായത് ദൈവത്തിൻ്റെ വചനമേ അവരെപ്പോഴും പറയത്തുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും, ദൈവീക അനുഗ്രഹമുള്ള ഒരാൾ നമ്മുടെ കൂടെ കാറിലോ ബസ്സിലോ എവിടെയെങ്കിലും യാത്ര,
അപ്പോൾ നമ്മൾ ഇത്ര ദൂരെ ഇരുന്നാൽ പോലും നമുക്ക് ആ പീസിലെ സമാധാനം നമ്മുടെ മേലോട്ടിങ്ങനെ ഒഴുകി വരുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ നമ്മളിൽ നിന്നും പോകുന്നുണ്ട്. അത് ക്ഷമിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ക്ഷമിക്കുന്നവരായി മാറുക. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, ക്ഷമ എന്നല്ലെങ്കിൽ ഫൊർഗീവ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ദൈവത്തിൻ്റേതാണ്. മാനുഷികരായ ഞങ്ങൾക്കതില്ല കർത്താവെ, സമ്മതിക്കുന്നു. ഞങ്ങളോട് നീ പറയുന്നു ഞങ്ങളുടെ പാപങ്ങളെയും കറകളെയും അഗാധമായ സമുദ്രത്തിലേക്ക് നീ വലിച്ചെറിഞ്ഞു കഴിഞ്ഞു. ക്രൂശയിൽ കിടന്നുകൊണ്ട് അവസാന നിമിഷത്തിൽ അപ്പച്ചൻ പ്രാർത്ഥിച്ചത്, ദൈവമേ പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ആ വേദനയുടെ സമയത്ത് പോലും അവിടുന്ന് വളരെ ദുഃഖത്തോടുകൂടി വേദനിക്കുമ്പോഴും വിളിച്ചു പറഞ്ഞത് ഇവരോട് ക്ഷമിക്കണമെന്ന്. ഞങ്ങൾക്ക് ആ സ്വഭാവം ഇല്ല കർത്താവേ, എന്നാൽ നിന്നോട് ചോദിച്ചു വാങ്ങിക്കുകയാണ്. ചെറിയതും വലുതുമായ കാര്യങ്ങളിൽ മറ്റുള്ളവരോട് ക്ഷമിക്കാതിരിക്കുന്നതിനാൽ ഞങ്ങൾക്ക് ഞങ്ങളോട് തന്നെ വിദ്വേഷം അവസാനമുണ്ടാകും. ദൈവത്തിൻ്റെ അനുഗ്രഹം ഞങ്ങൾ പ്രാപിച്ചെടുക്കാതെ പോകുന്നു. നാഥൻ്റെ മുമ്പിലേക്ക് ഞങ്ങളെ തുറന്നു വെക്കുന്ന അപ്പച്ച, തലതൊട്ട് കാല് വരെ രണ്ടായിട്ട് പിളർന്നിട്ട് നിൻ്റെ യാഗപീഠത്തിന്മേൽ കയറ്റിവെച്ചിട്ട് അപ്പച്ച നീ തീ കത്തിച്ച് ഞങ്ങളിലുള്ള അശുദ്ധി എടുത്തു മാറ്റി പൂർണ്ണമായിട്ടും ദൈവസ്നേഹം കൊണ്ടും ദൈവശക്തി കൊണ്ടും നിറയ്ക്കണമേ. ആത്മാവിൻ്റെ ചൈതന്യം ഒഴുകട്ടെ. ഇരുവാഴ്ത്തലയുള്ള വാളാവുന്ന വചനം ഉപയോഗിക്കുന്നതിന് മുൻപ് വിശുദ്ധിയോടെ, സ്നേഹത്തോടെ, ക്ഷമയോടെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ശത്രുവിനെ പോലും ഉപദ്രവിക്കാതെ നന്മ ചെയ്യുവാനുള്ള ഹൃദയം ഇട്ടുതരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി എതിരായിട്ട് നിൽക്കുന്നു അവരുടെ മേലെ നിൻ്റെ ആത്മാവ് പകർന്നിട്ട് മനസ്സാന്തരം ഇട്ട് കൊടുക്കുക അപ്പച്ച. നമുക്കെതിരായിട്ട് വരുന്ന ശത്രു പിശാചാണെങ്കിൽ അവനെ വെട്ടിമാറ്റുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ കൂടെ പോകട്ടെ. ദൈവത്തിൻ്റെ ഊരിപ്പിടിച്ച വാളുമായിട്ട് ദൈവത്തിൻ്റെ ദൂതന്മാർ ഇടതു വലത് മുൻപ് നിൽക്കട്ടെ അപ്പച്ച. തലമുറകളുടെ മേൽ നിൻ്റെ ഐശ്വര്യം ഒഴുകുന്നതിന് ഞങ്ങളുടെ ക്ഷമയില്ലാത്ത സ്വഭാവമാണ് ഞാൻ ക്ഷമ ചോദിച്ചുകൊണ്ട് നിൻ്റെ സന്നിധിയിൽ വരുന്നു. തലമുറകളിലേക്ക് നിൻ്റെ അനുഗ്രഹത്തെ ഒഴുക്കി കൊടുക്കുന്നതിന് സ്തോത്രം. ദൈവത്തിൻ്റെ ജീവനദി, അനുഗ്രഹത്തിൻ്റെ നദി എന്ന് സ്വർഗഭണ്ഡാരം തുറന്നൊഴുക്കുന്നതിനാൽ നന്ദി. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.